എന്ത് സുരക്ഷയാണുള്ളത്? അതിനേക ഉദാഹരണമാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം. ആദ്യം തന്നെ ഡോക്ടർ വന്ദനാദാസിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഏകാഭിനയം ആരംഭിക്കുന്നു. അമ്മ വേണ്ട, അമ്മ പോകണ്ടമ്മ, ഡോക്ടറെ വെക്കമ്മ വേണ്ടമ്മ, പ്ലീസ് അമ്മ. അമ്മയുടെ മോൾ എന്തിനാ പേടിക്കണേ? അമ്മയല്ലേ കൂടെ. ഇത് എന്റെ സ്കൂളിൽ പാട്ടാണല്ലോ, എനിക്ക് ഒരുപാട് പാട്ടറിയാലോ. ഡോക്ടറിന്റെ ഒരുപാട് കഥ പറഞ്ഞുതരാം. പണ്ട് 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 ഒരിടത്തൊരു കട്ടുറുമ്പ് കടിച്ചേ. മോക്ക് വേദനിച്ചോ? ഇല്ല ആന്റി, വേദനിച്ചില്ല. അമ്മ, എനിക്ക് വളർന്നു വലുതായിട്ട് ഡോക്ടറെ പോലൊരു ഡോക്ടർ ആവണം, എന്നിട്ട് എല്ലാവരെയും സഹായിക്കണം. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം വന്ദനാദാസിൽ നിന്നും ഡോക്ടർ വന്ദനാദാസിലേക്ക് അവൾ യാത്ര തുടങ്ങി. നോക്ക്, നമ്മുടെ മോളുടെ ബോർഡ് എങ്ങനെയുണ്ട്? ഡോക്ടർ വന്ദനാദാസ്. ഇപ്പൊ പറയണ്ട, കുറച്ചേരം കഴിഞ്ഞോട്ടെ, അവള് സർപ്രൈസ് ആയിക്കോട്ടെ. ഡോക്ടറെ, ഇത് നമ്മുടെ പേഷ്യന്റ് ആണ്, അപ്പം ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവല്ലോ അല്ലേ? ഇതിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമ്മള് ഡ്രസ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. വേദന എനിക്ക് പറയണേ. ഇപ്പൊ അവിടുത്തെ ഡോക്ടർ, പോലീസ്, ഹോസ്പിറ്റലും എല്ലാം ഞാനാ. മിണ്ടി പോവരുത്. ഇതവളാ ഇത്രയും നേരം കാത്തുന്നത് ഈ സന്ദർഭത്തിന് വേണ്ടിയാ. റെഡി? ഇന്ന് കിട്ടിയ വാർത്ത പേഷ്യന്റ് ഡോക്ടറെ കുത്തിക്കൊന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി നേരം കുറച്ച് വൈകുന്നു. എന്റെ ഈശ്വരാ, ഇവരൊക്കെ വീട്ടുകാരെങ്ങനെ അത് സഹിക്കുക? പേഷ്യന്റ് ഡോക്ടറെ കുത്തിക്കൊന്നു. ഹലോ, ഡോക്ടർ വന്ദനാദാസിന്റെ അമ്മയാണ്. ഹലോ മോളെ, എന്റെ മോളെ ഗതിഞ്ഞ ആർക്കും വരല്ലേ ഈശ്വരാ. നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾക്ക് വേണ്ടി സദാസമയം സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാർക്ക് ഇനി നമ്മൾ